Hey everyone, welcome to my channel. And yes, final episode of Kerala Crime File Season 2. I will be watching it right now. This is a fairly longer duration episode. Let's see how this concludes. And yes, after this, let's see when the Season 3 actually commences, because we've just gotten the news that Season 3 is coming for this. So yeah, I don't want to delay this any further. Let's watch the finale of Kerala Crime Files Season 2. എടാ, എനിക്ക് തോന്നുന്നു ആ റിയോൺ കാറിൽ തന്നെ സൊല്യൂഷൻ കിടപ്പുണ്ടാവുന്നു. വണ്ടി ഇപ്പൊ എവിടെ? അരൂർ സ്റ്റേഷൻ. നീ ഇനി എഴുതി കൊടുത്തൊന്നും സമയം കളയണ്ട. ആ യദുവിനെയും ടീംസിനെയും വിട്ട് വണ്ടി ഒന്ന് ഉടന്ന് കുടഞ്ഞു നോക്ക്. അയ്യപ്പൻ്റെയോ കാർ ഓണറായ അഗസ്റ്റിൻ്റെയോ ഫിംഗർ പ്രിൻറ്റ്സ് അല്ലാതെ വേറെ ആരുടെയെങ്കിലും ആ ഡ്രൈവർ സൈഡിലുണ്ടോ നോക്ക്. അത് പ്രോമിനൻ്റ് ആണെങ്കിൽ റീസെൻ്റ് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാമല്ലോ. എന്താണ് സാറിൻ്റെ മൈൻഡിൽ? അരൂര് റെയിൽവേ പാർക്കിങ്ങിൽ ആ കാർ കൊണ്ട് വെച്ചത് അയ്യപ്പൻ അല്ലെങ്കിലോ? പക്ഷെ അത് അയ്യപ്പൻ അഗസ്റ്റിനോട് മുൻകൂട്ടി പറഞ്ഞു വെച്ച സ്പോട്ടല്ലേ? അതെ. അപ്പം അതേ റാങ്ക് ദബ് പോയിന്റിൽ വേറെ ആര് കാർ കൊണ്ടുവച്ചാലും അത് അയ്യപ്പനായിരുന്നു എന്നല്ലേ വരൂ. ഞാനൊന്ന് പറഞ്ഞു നോക്കാം, ചുമ്മാ ഒരു കഥ. എന്ത് ചെയ്തിട്ടാന്നറിയില്ല, അയ്യപ്പൻ കാശൊപ്പിച്ചത് അമ്പിളിക്ക് കൊടുക്കാൻ വേണ്ടി. അയ്യപ്പൻ്റെ ഭാര്യയുടെ മൊഴി വെച്ച് നോക്കുമ്പം അമ്പിളി തന്നെ സജസ്റ്റ് ചെയ്ത വഴിയിലൂടെ അയ്യപ്പൻ ആ പറഞ്ഞ പോലെ എന്തോ തിണ്ണത്തര ഒപ്പിക്കുന്നു. ശേഷം കോയമ്പത്തൂർ പോയി മറിച്ച് വിറ്റ് കാശ് സംഘടിപ്പിക്കുന്നു. തിരിച്ച് അതേ കാർ ഡ്രൈവ് ചെയ്ത് കേരളത്തിലെത്തുന്നു. ഇത്രയും നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ടല്ലോ. സെൽവരാജൻ പറഞ്ഞതൊക്കെ പീരിമേഡ് സ്റ്റേഷൻ അന്വേഷിച്ചിട്ട് വെരിഫൈ ചെയ്തിട്ടുണ്ട്. അയ്യപ്പൻ ഓടിച്ച റിയോൺ കാർ തിരിച്ച് ചെക്ക് പോസ്റ്റ് കടന്നതായി ഉറപ്പിക്കാനും പറ്റിയിട്ടുണ്ട്. ഓക്കെ, പൈസയുമായി വരുന്ന ആ വരവിൽ അയ്യപ്പനെ ആരോ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അയ്യപ്പനെ പിടിച്ചു കുടഞ്ഞപ്പം അമ്പിളിയുടെ പേര് പുറത്തു വരും. അമ്പിളിയുടെ പേര്? രണ്ടുപേരും കൂടെ ഒപ്പിച്ചൊരു പണിയുടെ മറുപണിയാണിതെന്ന് തർക്കമൊന്നുമില്ലല്ലോ. ശരി, അയ്യപ്പനെ കുടയുന്നു, അമ്പിളിയുടെ പേര് പുറത്തു വരുന്നു. അതേയാൾ തന്നെ കാറിലെ കാശുമായി ട്രിവാൻഡ്രത്തെത്തുന്നു. അമ്പിളിയെ തപ്പി. So basically it was not Ayyappan at that time. Let's see. അയ്യപ്പൻ പറഞ്ഞു വിട്ടതാണെന്നും പറഞ്ഞു അയാൾ അമ്പിളിയെ സ്വയം പരിചയപ്പെടുത്തി കാണും. വിശ്വാസ്യത കൂട്ടാൻ അയ്യപ്പൻ ഏറ്റ പ്രകാരമുള്ള കാശ് കൊടുത്തിട്ടുണ്ടാവും. ഈ പറഞ്ഞ ഷെൽട്ടർ ഇൻസിഡന്റിലെ പോലീസ് നായുടെ മറ്റു വിവരങ്ങൾ തിരക്കിയിരുന്നു. Finally we were back in that first episode, first scene. ആ മ്യൂസിയം സീൻ ഒന്നുകൂടെ എടുത്തു നോക്കായിരുന്നു. പോലീസ് ഫോട്ടോഗ്രാഫറുടെ വിഷ്വൽസ് കാണുമല്ലോ. പ്രോപ്പർ ചാനൽ വേണ്ട, എഴുതി കൊടുത്താൽ സാധനം കയ്യിൽ കിട്ടാൻ ടൈം എടുക്കുമായിരിക്കും. പക്ഷെ ഫോട്ടോഗ്രാഫർ SD കാർഡ് ഹാൻഡ് ഓവർ ചെയ്ത് കാണില്ലേ? ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ട് അതിന്റെ ഒരു കോപ്പി എങ്കിലും എടുത്ത് വെക്കാതെ കാർഡ് ഹാൻഡ് ഓവർ ചെയ്യും. അത് ശരിയാ, മനുഷ്യനല്ലേ. I was wondering, like, when will that robbery thing get connected? So we're getting that in the last episode. ഹലോ സർ, സീൻ മഹസറിന്റെ കോപ്പിയും ഫോട്ടോസും ഉണ്ട്. ഓക്കെ, ആ വെറ്റിനറി സർജനെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ സാർ. അവരുടെ പേരെന്താ? പേര് ഓർക്കുന്നില്ല, ഒരു ലേഡി ഡോക്ടറായിരുന്നു. കോപ്പി എടുത്ത് വെച്ചതേ തെറ്റ്. അതും പോരാ, ഞാൻ ഡിപ്പാർട്ട്മെന്റ് പ്രോപ്പർട്ടി നീ ഏത് വകുപ്പിൽ അപ്പുറത്തൊരാളെ കാണിച്ച് കോടതി വഴി ഫയൽ കിട്ടാൻ കാത്തു നിന്ന് വൈകിയ ട്രീറ്റ്മെന്റും വൈകുന്നു പറഞ്ഞു. പട്ടിയാണെങ്കിലും ഒരു ലൈഫ്. ഷെൽട്ടറിൽ കൊണ്ടുവന്ന ടൈം തൊട്ടേ ടെറി കാര്യമായിട്ടൊന്നും കഴിക്കുന്നില്ലായിരുന്നു. കഴിക്കേണ്ടതാണെന്ന് അതിന് മനസ്സിലാവാത്തോണ്ടും ആയിരിക്കും. കൊടുക്കുന്നതൊക്കെ ചിലപ്പോൾ അങ്ങ് തട്ടിയെറിയും. പോകെ പോകെ അനീമിക്കായി, ലതാർജിയായി. അതിന്റെ ഞരക്കവും സ്ട്രെയിനും കണ്ടപ്പോ ലോവർ അബ്ഡോമിനലിൽ എന്തോ പെയിൻ ഉള്ള പോലെ തോന്നി. അതെന്താണെന്ന് ഞാൻ എക്സ്റേ എടുപ്പിച്ചത്. എവിടുന്നോ വിഴുങ്ങിയതായിരിക്കും എന്ന് മനസ്സിലായി. ഒരു പിൻ ഹോൾഡർ പോലെയാണ് തോന്നിയത്. ഈ കോയിൻസും സ്റ്റോൺസ് ഒക്കെ പോലത്തെ പൊട്ടുപൊടി സാധനങ്ങളൊക്കെ മിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട് അന്നത്തെ ആ പുകില്. ഇതും വിഴുങ്ങിയതാവണം. ഇത് ഡോഗിന്റെ സ്പ്ലീൻ ഭാഗമാണ്. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഡയറക്റ്റ് ആയിട്ട് സ്പ്ലീൻ ഏരിയയിലേക്ക് വരാൻ യാതൊരു സാധ്യതയില്ല. ഈ പിൻ ഹോൾഡറിന്റെ അറ്റം കൂർത്തതാണല്ലോ, അത് വയറ്റിലുണ്ടാക്കിയ മുറിവ് കൂടെ ഈ സാധനം സ്പ്ലീൻ ഏരിയയിലേക്ക് എത്തിയതായിരിക്കും. ഇതിന്റെ ഈ സൈഡ്സിന്റെ വളവും പിന്നെ ഇതിന്റെ ഈ സൈസൊക്കെ കണ്ടിട്ട് ഇതൊരു റിങ് പോലെയാണ് എനിക്ക് തോന്നിയത്.
പക്ഷെ പോലീസ് ഫയൽസിൽ മോഷണം പോയ സാധനങ്ങളുടെ കൂട്ടത്തിലാണ് ഇത് ലിസ്റ്റ് ചെയ്തിരുന്നത്. 17th സെഞ്ചുറിയിലെയോ മറ്റോ ആയിരുന്നു. ഗവൺമെന്റ് അതിന് നല്ല സ്റ്റേക്ക് ഉണ്ടാവും തോന്നി. അതങ്ങനെ തോന്നിയത് സാർ, ആ റിംഗ് എന്തോ പ്രിവിലേജ് പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്തു. സർക്കാർ ഏറ്റെടുത്ത് ഡച്ചുകാർക്ക് ഹാൻഡ് ഓവർ ചെയ്യാനിരുന്നതാണെന്നാ Oh my god. Did Ayappan know? സെൻട്രൽ ഗവൺമെന്റുമായിട്ട് അതിന്റെ കടലാസ് പണികളൊക്കെ തീർത്ത് വെച്ചിരുന്നതാ. Not Ayappan, Ambali knew. പിൻ ഹോൾഡർ വയറ്റിലായിരുന്നോണ്ട് എനിമ കൊടുത്ത് എങ്ങനെയോ അത് പുറത്തെടുക്കാൻ പറ്റി. പക്ഷെ ഈ റിംഗ് റിക്കവർ ചെയ്യണമെങ്കിൽ സർജറി മാത്രമേ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ. ഒരു എക്സ്റേയിൽ കണ്ട സാധനത്തിന്റെ ജാതകവും ചരിത്രവും ഒക്കെ നോക്കിപ്പോയ ഡോക്ടറുടെ ആ ശുഷ്കാന്തി ഉണ്ടല്ലോ, അതെനിക്കങ്ങോട്ട്. സാറേ, സ്പ്ലീനിലായി ഈ സാധനം തങ്ങിക്കിടന്നേ. ഇത് എന്ത് ടൈപ്പ് സാധനമെന്നെങ്കിലും അറിഞ്ഞാ സർജറിയുടെ ഏർജൻസി എങ്കിലും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യായിരുന്നു. MRI ഒന്നും കൊണ്ടുപോയി എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല ഡോഗ്. ആ ലേഡി ഡോക്ടർ തനിച്ചാണോ വന്നത്? അല്ല, കൂടെ അവിടുത്തെ ഡ്രൈവർ ഉണ്ടായിരുന്നു. അയ്യപ്പൻ. പേരറിഞ്ഞൂടാ, ഒരു 10-60 വയസ്സുള്ള ഒരാളാ. അയ്യപ്പ, ഷെൽട്ടറിലെ എല്ലാ കാര്യത്തിനും അയ്യപ്പൻ തന്നെയാണ് കൂടെ വരാറ്. ഡിസ്പെൻസറിൽ കൊണ്ടുപോകാനും എക്സ്റേ എടുക്കാനും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളായിട്ട് തന്നെയാണ് 2 വർഷത്തെ പരിചയത്തിൽ എനിക്ക് തോന്നിയത്. എന്നിട്ട് അയാളവിടെ കാണിച്ച് തെമ്മാടിത്തരം വല്ല അറിഞ്ഞായിരുന്നോ? പിന്നെ എന്താ നിങ്ങളതപ്പോ പുറത്തു പറയാറുന്നത്? ആദ്യമേ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാത്തോണ്ട് നടപടി ഉണ്ടാവുമെന്ന് പേടിച്ചു സർ. What? എത്ര മാസാ സസ്പെൻഷൻ? 6. കഴിഞ്ഞാൽ തിരിച്ച് സ്കൂളിലോട്ട് തന്നെയാണോ? അയ്യോ ഇല്ല, പാരന്റ് സർവീസിലോട്ട് തിരിച്ചു പോവാന്ന് എഴുതി കൊടുത്തിട്ടാ ഇറങ്ങി. ശരിക്കും പാർട്ട്ണർ ഡോഗിന്റെ കാലാവധിയും നമ്മുടെയും സെയിമാ. അവരുടെ തീരുമ്പോൾ കൂടെ നമ്മുടെയും തീരും. സ്ക്വാഡിൽ 8 വർഷം തികയുമ്പോഴാണ് ഒരു ഡോഗ് റിട്ടയർ ആവുന്നത്. 8 വർഷം എന്ന് പറയുമ്പോൾ ഓർത്തോണം, ഫുൾ ഡേ ഫുൾ നൈറ്റ് ഒപ്പമാ. കൊണ്ടു നടന്ന ഹാൻഡലർമാർ മിക്കവരും ലാസ്റ്റിൽ അങ്ങ് ഡൗൺ ആവും. ചിലർ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഒരു ഡോഗിന് 2 ഹാൻഡലേഴ്സ് ആണല്ലോ, അതിലെ രണ്ടാമത്തെ ആള്. പേപ്പറി പ്രൈമറി ഞാനാണെങ്കിലും ജെയ്സ്മോനായിരുന്നു ഓൾ ഇൻ ഓൾ. സുധി, ടെറിക്ക് വന്നു എന്ന് പറയുന്ന ഈ CCDS നമ്മുടെ ആൽസൈമേഴ്സ് പോലെയാണെങ്കിൽ പടിപടിയായിട്ട് ഈ സ്റ്റേജ് വരെ എത്തും. ഒരു ഡോഗും ഒറ്റ അടിക്ക് അതിന്റെ ഹാൻഡലറേയും മാസ്റ്ററേയും മറന്നുപോകില്ല. ടെറിക്കിങ്ങനെ ഓർമ്മക്കുറവിന്റെ പ്രശ്നമുണ്ടെന്ന് മുമ്പ് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ? ജെയ്സ്മോന് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു. കുറെ മുമ്പ് പോളച്ചിറയിൽ ഒരു കേസിന് വേണ്ടി പോയപ്പോൾ അവിടെ ടെറിയുടെ സൈഡിൽ നിന്ന് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി. പക്ഷെ ജെയ്സ്മോൻ അത് റിപ്പോർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. ട്രെയിനിങ് കൊടുത്ത് ശരിയാക്കാന്നായിരുന്നു അവന്റെ പ്ലാൻ. See, because so many loopholes. കൺവിൻസ് ചെയ്യുകയും ചെയ്തു. I feel a lot of investigations, which is why it gets derailed because of withholding the information. Because of how much can a police personnel, he has to dig so much to investigate. You have to call in all the parties involved. Which, so what I've learned watching this series now is that, I mean, how much the investigation depends on just making people just spill whatever you have left out. Okay, the lady doctor, she's like, oh, I didn't want to get persecuted because I didn't inform earlier. So if I had informed about the ring thing later, I would have been in trouble. So obviously she was saving herself. This guy also, the other handler, he didn't want, because he had built this huge attachment with Terry. He didn't want it to get reported, that ruckus that he's talking about right now. So small details. അല്ലെങ്കിലും നിങ്ങൾ എന്താ റിപ്പോർട്ട് ചെയ്യാറുന്നത്? റിപ്പോർട്ട് ചെയ്ത മെഡിക്കൽ ടെസ്റ്റ് നടത്തി ഡോഗിനെ പിരിച്ചുവിടുമെന്ന് ഉറപ്പായിരുന്നു. മെഡിക്കലി ഫിറ്റ് അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ വേണ്ടേ? എനിക്കത് മനസ്സിലാവും. പക്ഷെ ഇതൊന്നും പറഞ്ഞ തലയിൽ കയറാത്ത ഒരു ടൈപ്പായിരുന്നു ജെയ്സ്മോൻ. ഒരിക്കൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചതിന് അവന്റെ കോളറിൽ കയറി ഒരു പിടിപിടിച്ചു. സത്യം പറഞ്ഞാൽ അതിനുശേഷം പേടിയാ. സാറിന് അവനെ പരിചയമില്ലാത്തതുകൊണ്ടാ. ഒരു 2 ദിവസം മുമ്പ് സംസാരിച്ചിരുന്നു. എന്ത്? പ്രത്യേകിച്ചൊന്നുമില്ല, വിശേഷങ്ങളൊക്കെ എന്നറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വിളിച്ചതാ. ആളുടെ അഡ്രസ് ഉണ്ടോ? ഏകദേശം ഒരു ഐഡിയ ഉള്ളൂ. സ്ക്വാഡ് ക്യാമ്പിൽ വിളിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം. ഇവിടെ ലാസ്റ്റ് വന്നിട്ട് 4-5 മാസമായി. മൊത്തത്തിൽ കാണുമ്പോ അങ്ങനെ ആളനക്കം ഇല്ല. വീട്ടുകാര് ഞാൻ ഇവിടേക്ക് ഒന്ന് ചോദിച്ചു, ആൾക്കങ്ങനെ ഇവിടെ ഫാമിലി സെറ്റപ്പ് ഒന്നുമില്ല. എവിടെ പോയിരിക്കാനാണ് സാധ്യത? മറ്റോ ഇവിടെ അയൽക്കാരായിട്ടൊന്നും അത്ര കോണ്ടാക്ട് ഇല്ലാത്ത ടൈപ്പാണ്. ആള് കുറച്ച് ഔട്ടാന്ന് തോന്നുന്നു. ശരി തന്നെ, ഞാൻ വിളിക്കാം. ഓക്കെ, ശരി. എവിടെ ഉണ്ടോ അളിയ? വീട്ടിലുണ്ട്. എവിടെ, നാട്ടിലോ? ആ. അല്ല, ഒന്നുമില്ല.
നിന്റെ വിവരമൊന്നും ഇല്ലാത്തോണ്ട് വിളിച്ചാ. മെനഞ്ഞാന്നല്ലേ നമ്മൾ സംസാരിച്ചു. അതെ, എന്നാലും പിന്നെ വീട്ടിലെന്താ പരിപാടി? ഹലോ, He'll cut the call. He'll know something's up. ജിസ്മോനെ ഒന്നുകൂടെ വിളിക്കും. It'll be switched off. 100%. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. Of course. That was bound to happen. ശ്രമിക്കൂ. ശ്രീത്തെ എന്തായി? അരൂരവൻ കാറ് പാർക്ക് ചെയ്യാൻ വന്ന ടൈമിൽ ആ ഭാഗത്തുണ്ടായിരുന്ന ഒരു ടാറിംഗ് തൊഴിലാളി ജെയ്സ്മോന്റെ ഫോട്ടോ കണ്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. Oh, that is confirmed now. It was him. Appreciate your enthusiasm, Korean. പക്ഷെ സഫീഷ്യന്റ് എവിഡൻസ് ഇല്ലാതെ നമുക്ക് ഈ സ്റ്റേഡിയം തിയറി ഫോർവേഡ് ചെയ്യാനാവില്ല. Obviously, it's weird as it sounds. അതുകൊണ്ട് let's not blow this out into the public now. Media also. Accusedനെ ആദ്യം അപ്രഹെൻഡ് ചെയ്യൂ, get a confession out of him. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം whether to go ahead with this theory or not. സ്കൂളിൽ നാട്ടിലൊക്കെ ഒരു ആവറേജ് ആയിരുന്നു. സ്കോഡി വന്നേ പിന്നെ എന്റെ പേരെങ്കിലും കുറച്ചൊരു ഓർക്കാൻ തുടങ്ങി. അപ്പോഴും ജെയ്സ്മോനല്ല, ടെറിയുടെ കൂടെ വരുന്നു ജെയ്സ്മോൻ. Wait, is the small boy in the flashback him? Because that was never confirmed in a way. ടെറി പോലും കണ്ടാൽ അറിയാത്ത അവസ്ഥയായി. I mean, I assumed it was Ayappan given the circumstances. എടാ ഞാൻ അവിടെ ഓപ്ഷൻ നോക്കട്ടെ. Okay. ഈ സസ്പെൻഷൻ ഒരു വിഷയം. ഞാൻ ബാബു സാറിന്റെ അടുത്തും സംസാരിക്കട്ടെ. പുള്ളി ഒരു കവറിംഗ് ലെറ്റർ വെച്ച് എഴുതിയാ നടക്കൂലേ? ടെറിക്കിപ്പോഴും ട്രീറ്റ്മെന്റ് ഒക്കെ ഇല്ലേ? അതെ. അപ്പൊ കൂടെ ഒരു പരിചയമുള്ള ഹാൻഡലർ ഉള്ളത് നല്ലല്ലേ സാറേ? എടാ നീ സിമ്പതി മാത്രം വെച്ച് നോക്കല്ലോ കേട്ടോ. ഒന്നാമത് മേയ്ക്കാൻ വലിയ പാടാ. അതിനിടയിലാണ് ഈ അസുഖവും. ഇപ്പൊ കുടുംബത്തിൽ ആർക്കെങ്കിലും വന്നിട്ട് ചെയ്യണമെങ്കിൽ മനസ്സിലാക്കാം. ഇതിപ്പോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ തിന്നണോ ഉരക്കണോന്ന് പോലും എന്നെ അറിഞ്ഞൂടാ. നിന്നെ അറിഞ്ഞൂടാ, പിന്നെ എന്തിനാ വെറുതെ? രാജനാ വീട്ടിലോട്ട് ആദ്യമായിട്ടൊരു പട്ടിയെ കൊണ്ടുവരുന്നു. ആ ഷാപ്പിലെ പാട്ടൊക്കെ പറഞ്ഞതല്ലേ? ഒരു ദിവസം ഷാപ്പിന്ന് പാട്ടും കഴിഞ്ഞു വരുന്ന വഴിക്ക് കിട്ടിയതവന്. ടിപ്പു കറുത്തിട്ടാ, ഒരു കുഞ്ഞൻ. വൈകിട്ട് 6 മണിയാകുമ്പോ പണിക്കാരെയും കൊണ്ട് ജീപ്പ് കവലിലെത്തും. ഫുൾ ഫിറ്റിലാ ചാച്ചൻ കളത്തിലിറങ്ങ. പിന്നെ കവലയിലുള്ളവർക്കൊക്കെ ഒരു ഷോയാ. ഒരു ദിവസം ചാച്ചൻ വരുമ്പോ കാണുന്നത് നാട്ടുകാരെല്ലാം കൂടെ ഒരു പാമ്പിനെ തല്ലിക്കൊല്ലുന്ന. രോഷം തിളച്ചാണല്ലോ. എല്ലാരും ഭൂമിയുടെ അവകാശികളാണ് നായിന്റെ മക്കളെന്നും പറഞ്ഞ് കേറി വട്ടൊരു നിപ്പായിരുന്നു. ആരോ പാമ്പിനെ എറിഞ്ഞ കല്ല് ചാച്ച പുറം കൊണ്ട് അതെടുത്ത്. പാമ്പ് ചത്തെന്ന് കണ്ട് നാട്ടുകാര് നിർത്തി. ചാച്ചനുണ്ടോ നിർത്തുന്നു. തട്ടടയെന്നോ മറ്റോ കുറച്ച് പാല് വാങ്ങി ഒരു കുഞ്ഞിന് കൂട്ടുന്ന പോലെ പാമ്പിന്റെ വായിലേക്ക് ഇറ്റിയിട്ട് കൊടുത്തോണ്ടിരിക്കുക. കുറച്ചേരം കഴിഞ്ഞപ്പോ പാമ്പൊരു പിടക്കല് പെട്ടെന്ന് ജീവൻ വെച്ച പോലെ. നാട്ടുകാർ പിന്നെയും കല്ലെറിയാൻ തുടങ്ങിയപ്പോ ചാച്ചൻ അതിനെ നേരെ എടുത്തിടില്ല ഷട്ടിന്റെ ഉള്ളിലേക്ക്. മുള്ളു നിറച്ച് ഞെട്ടുന്ന പോലെ പിടയ്ക്കുന്ന കണ്ടു 1-2 വട്ടം. വായിന്ന് പതയും ചോരയൊക്കെ വരുന്നുണ്ടായിരുന്നു. നിലത്ത് വീണ് കിടന്നിട്ടു ആൾക്കാർക്കൊന്നും പേടിച്ചിട്ട് അടുക്കാൻ പറ്റണ്ടേ. ഷട്ടിന്റെ ഉള്ളിൽ ഇപ്പോഴും പാമ്പ് കിടക്കല്ലേ. The kid. Okay. So the kid was him. First guess was wrong, second guess was right. എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങോട്ട് ഓടാണ്ടിരിക്കാനായിരിക്കും. പക്ഷെ ടിപ്പു ഒരു കൂസലും ഇല്ലാണ്ട് ഒരു ഓട്ടമായിരുന്നു ചാച്ചന്റെ അടുത്തേക്ക്. Yes. നമുക്ക് എന്തെങ്കിലും പറ്റുമ്പോ അവര് നമ്മൾ വിട്ടിട്ട് പോകുന്നില്ലല്ലോ സാറേ. That is true. That I completely agree with that statement. Because I've seen it firsthand. ഞാൻ എത്തി സർ. ഓക്കെ ഓക്കെ ഓക്കെ. ഡോഗിന്റെ ഹെൽത്ത് ഒക്കെ ഇത്ര പ്രശ്നമായിരുന്നു. ഫുഡൊന്നും ശരിക്കും കഴിക്കണില്ലായിരുന്നു. രാവിലെ ആയപ്പോഴത്തേക്കും ഡെത്തായി.
അതറിയാത്തോണ്ടല്ല സാർ, അത് ഞാൻ ഓൾറെഡി ചെയ്തല്ലോ. പക്ഷെ ഞാൻ പറയുന്നതിന്റെ സീരിയസ്നെസ് സാർ ഒന്ന് മനസ്സിലാക്ക്. പറഞ്ഞ ദിവസം നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ? ജെയ്സ്മോൻ അഡോപ്ഷൻ വന്നായിരിക്കും അല്ലേ? നിക്കണ്ട, അഡോപ്റ്റ് ചെയ്യാനൊന്നും ഇവിടെ ആരും ബാക്കിയില്ല. അതിന് അവരെന്നെ കുഴിച്ചിട്ടുള്ളൂ. ജെയ്സ്മോനോട് ഒരൊറ്റ തവണ പറയാം, ഞാനിത് ഒരു പേപ്പറിൽ എഴുതി തരാനും പോകുന്നില്ല, ഒരു എൻക്വയറിക്കും വന്ന് സ്റ്റേറ്റ്മെന്റും തരാൻ പോകുന്നില്ല. ഇവിടുത്തെ ഒരു ഡ്രൈവർ, അയാൾ ഒപ്പിച്ച പണിയാണ്. That's why he wanted to kill Ayappan. And then he eventually killed Ambili? Oh god. Okay, I won't guess. It's a finale. We'll find out. We'll find out. I mean, from his point of view, I am able to understand that immense trauma, because that childhood bonding is something that it sticks with you, right? ഈ ജെയ്സ്മോന്റെ നമ്പർ കഴിഞ്ഞ 3 ആഴ്ചക്കിടെ ഏറ്റവും കൂടുതൽ സമയം ആക്റ്റീവ് ആയിട്ടുള്ളത് വൈപ്പിൻ സൈഡിലാണ്. കൂടുതൽ സമയം എന്ന് വെച്ചാൽ മിക്ക നൈറ്റിൽ അവൻ ആ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേ അവിടെ തന്നെ ആയിരുന്നു എന്ന് ഉറപ്പിക്കാം അല്ലേ? അതെ അതെ, അടുത്തുള്ള ഹോട്ടലിൽ ലോഡ്ജ് ഒക്കെ റൗണ്ട് ചെയ്യാൻ ഷാഡോ പാർട്ടി വിട്ടിട്ടുണ്ട്. എനിക്ക് അവിടുത്തെ ലൊക്കേഷൻ ഒന്ന് അയച്ചേക്കണേ. ഞാൻ ഇപ്പൊ തന്നെ അയച്ചത്. പിന്നെ ആ ഭാഗത്ത് കളിക്കുന്ന ബ്രോക്കർമാരെ ആരെങ്കിലും കണക്ട് ചെയ്താൽ ചിലപ്പോൾ ഗുണമുണ്ടാവും. ഓക്കെ ഞാൻ നോക്കാം. Wow, what a beautiful shot. Stunning. Okay. What if he left? What? Seriously? What? Oh my goodness. That is... That's insane. Oh! Noble's investigative mind is... He could be alive? Yeah, but there's still lots to unveil. How much is left? 4 minutes are left. Oh, hence the season 3? How much can be revealed in 4 minutes? I doubt. Take extra care on the charge sheet. ആവശ്യം വരാണെങ്കിൽ എക്സ്പെർട്സ് എവിടെ നിന്ന് വേണമെങ്കിൽ വിളിപ്പിച്ചോളൂ. ചിലപ്പോഴൊക്കെ കുറ്റം രുചിക്കുന്നത് കുറ്റവാളികളോ ക്രൈം നോവലിസ്റ്റുകളോ മാത്രമല്ല. Plant more blood. Yeah. Noble is not satisfied. You can just see. He's like, this is not done. Something's up.
കേസ് എഴുതി ചേർത്തേ മതിയാവും. ഉള്ളത് മുഴുവൻ ഊഹങ്ങളായിരുന്നല്ലോ. അത് തന്നെ എഴുതി വയ്ക്കാനായിരുന്നു നിർദ്ദേശം. ഊഹങ്ങൾ എത്രത്തോളം ശരിയാണെന്ന് ഉറപ്പില്ലെങ്കിലും ശരിയാണെന്ന് വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചൊരു കാഴ്ച അന്ന് അവിടെ വെച്ച് ഞാൻ കണ്ടു. Yeah, they have a connection with him. Yeah. That was something. Okay. So we finish. Wow. So that was a very interesting end to the series. And I think what I loved the most about the finale is the ending scene where Jason, he's smiling and then Noble looks at him and then he smiles back because he had a certain theory in mind that what would have happened to Ayyappan and Ambili. My theory, I'll tell you. Before I tell you my theory, I loved the fact that this is what it looks like when you are not spoon feeding and leaving the judgment to the audience. You're just giving like Easter eggs and you're giving like hints and you're letting the audience decide. There's so many Malayalam films or series that I watch which has this element, like the Malayalam content that way, which is great. But of course, I understand that not everybody likes that kind of storytelling. I do love it because there's a lot to discuss, right? Because you get like different theories. Like I was saying, my theory is that there are two possibilities. One is that obviously you see the dogs, all the stray dogs, all the indies in the stadium, they wag their tail when they see Jason. And it kind of hints that, he's very happy. He knows that what he has done he will not confess. Okay? Dogs cannot speak. So he probably, even though they are making the charge sheet and they kind of not really plant the evidence, but sort of to make their charge sheet much more stronger, they do that. But I don't know how much, the trial can go for many, many years and how much it'll hold true, because the biggest thing is that you do not have the bodies of Ambili and Ayyappan. It is 100%, I feel 100% that he killed both of them, but either, so my two theories are that either that area where all the dogs are standing and kind of guarding, that is the area where the bodies are buried. That's one theory, which I believe a little less. The second theory is that because we see that, that saw, right? My second theory is that because he was regularly feeding those dogs, it's because he probably, chopped off both of them and then he is, he's given it to the dog. So you'll never find the body. And I think Noble smiling, Noble looking at him and smiling kind of literally suggests that whatever his thought was, like what he speculated, that is a confirmation as per me that it's true. It's true. So that way I love how this has left, for us to decide. The writer has left, Bahul has left for us to decide that whatever you want to think, you can please think and make your own little conclusion. I've given you enough Easter eggs and you can make your own conclusion. So I feel overall this was a very well written screenplay and a very well written story, because when you see it from Jasmon's POV, even if he has done a bad thing, if he has murdered 2 people, that's not great. But if you see it from like that psychological perspective, you understand his point of view. I'm not saying he was right or he was wrong, but I'm saying you understand his point of view, that why a person like him would have resorted to killing these 2 individuals. Because for them, the way the story was written, you would think, like I was thinking initially, that Ayyappan is really good with animals. He's really good with dogs. The dogs trust him. But at the end of the day, he betrayed that animal's trust. And then for his and Ambili's own, not really for his, technically for Ambili's
work that he had to get that money, and he knew where that ring was. He killed that dog. So yeah, but what he did was purely from a selfish intent. And Ambili, one might think when you look at him as a police officer, because Indran's body frame is like that yeah, how far could he go? Like he's probably like a normal police officer, but he's quite sly because he's like a politician. He will not take the bribe, but he formed his network. So that's like, Ambili is like really, really smart. He knows how to get his work done, right? So every character has so many gray shades. It's just that's what I like. Like you kind of understand everybody's POV in this. And like I said before, because this is like a very laser focused series, it did not divulge in any of the extra subplots. It was just focused on this particular plot. And my theory is that you'll never find the bodies, because it's already been digested, is what I think. So that was the full reaction of the series, Kerala Crime Files Season 2. Initially I was thinking, will this spill over into Season 3? But no, I think Season 3 is going to be a new story completely, because that ending scene, I think it concludes it. When Jasmine, he looks at the dog, he smiles. Then when Noble looks at him, and then he also smiles, it's concluded. That is the conclusion. So I think very well and very subtly concluded, which I like. Like, you know what? For a crime thriller also, how it comes together. I said this in the episode 5 reaction, that everything depends on how you are concluding the series. And I think this was a very intelligent way to do it. So I liked it. So this is the end here, and let's wait and watch how Season 3 will be. I don't know if Bahul is only writing that, but before that, so basically I'm gonna be watching the interview of Bahul Ramesh and with BR. So I reacted to it partly for 1 hour. Till that time I had only watched season 5, I'm saying episode 5, but now the first thing I'm recording is episode 6, and now I'm going to sit and watch the rest of that interview. So yeah, very, very excited to listen to more of his writing style, because I found out that his perspective of writing a story is very, very unique till that first hour that I've watched. So yeah, looking forward to more of his work. Really, really great thought process and the great way of writing, because it's very unusual. I've never heard a writer speak like that this is how I write, basically. He just goes with the flow. The scenes basically unfold and then he tries to connect it. He doesn't have like a whole story in mind. He just knows that he wants to use this, and then he starts writing from scene 1. I thought that was very, very fascinating, that he just goes along as he writes. It's like, I will see how it unfolds. Even I don't know how it's going to unfold. Usually I have not heard writers say like this, so that's very interesting. So yes, anyway, I hope you guys enjoyed watching this reaction, and I'm going to sign off now, and I will see you soon on my next video. Bye.